ആണ് എന്ന് വ്യക്തമാക്കുന്ന സമർത്ഥിപ്പിക്കപ്പെടുന്ന ഏതാനും ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വേദങ്ങളിലെ പ്രജാപതി യഥാർത്ഥത്തിൽ ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവാണ് എന്ന് വ്യക്തമാക്കുകയാണ്. യജ്ഞേന യജ്ഞവാ വയുജ്വാ ദേവാം സ്ഥാനീയ ധർമാണി പ്രഥമാന്യസൻ തേവനാഗം മഹിമാന്ത സജന്തി. സ്വർഗം പ്രാപിക്കണമെങ്കിൽ ഈ പ്രജാപതിയെ തന്നെ ഉപാസിക്കണം, അഥവാ യാഗം ചെയ്യണം. നമ്മളെല്ലാം സ്വർഗപ്രാപ്തിയെ കുറിച്ച് ചിന്തിക്കാത്തവരായി ആരുമില്ല. ഏതു മതവിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യനും സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയുള്ളവരാണ്. അപ്പോൾ യജ്ഞേന യജ്ഞവാ ദേവാം സ്ഥാനീ ധർമാണി പ്രഥമന്യസൻ ദേവനാഗം മഹിമാം ദസജന്തി. സ്വർഗം പ്രാപിക്കണമെങ്കിൽ ഈ പ്രജാപതിയെ തന്നെ ഉപാസിക്കണം, അഥവാ യാഗം ചെയ്യണം. ആരാണ് പ്രജാപതി? പ്രജ മനുഷ്യൻ, പതി ദൈവം. പ്രജാപതി പ്രജ ദൈവം, പതി മനുഷ്യൻ. ആരാണ് പ്രജാപതി എന്നതിനെ സംബന്ധിച്ച് വേദങ്ങളിലൂടെ വ്യക്തമായി പ്രജാപതിയുടെ കാര്യങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. തം യജ്ഞം ബർഗിഷി പൗക്ഷകൻ പുരുഷം ജാതാമഗ്രത തേനാം ദൈവ അയജ്ഞ സാധ്യ ദൃശ്വയജ്വയേ. കൊലമരത്തോട് ചേർത്ത് ബന്ധിച്ച പ്രജാപതിയെ അധികാരികളും പുരോഹിതരും ചേർന്ന് ബലി കഴിച്ചു. ആരാണ് ഈ ബലി കഴിക്കപ്പെട്ടവൻ? ആരാണ് പ്രജാപതി എന്ന് പറഞ്ഞാൽ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരിക്കുന്നവനാണ് പ്രജാപതി. ആ പ്രജാപതിയെ സംബന്ധിച്ചാണ് തം യജ്ഞം ബർഗിഷി പൗക്ഷകൻ പുരുഷം ജാതാമഗ്രത തേനാം ദൈവ അയജ്ഞ സാധ്യ ദൃശ്വയേ. കൊലമരത്തോട് ചേർത്ത് ബന്ധിച്ച പ്രജാപതിയെ അധികാരികളും പുരോഹിതരും ചേർന്ന് ബലി കഴിച്ചു. തേനാം ദൈവ അയന്ത പാപ പരിഹാര ബലി യാഗമായി അർപ്പിക്കപ്പെട്ടു ഈ പ്രജാപതിയെ. ഈ പ്രജാപതിയെ സംബന്ധിച്ചിട്ടുള്ള 11 അടയാളങ്ങൾ വേദങ്ങളിൽ സവിസ്തരം വ്യക്തമാക്കുന്നുണ്ട്. ഈ 11 അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറയപ്പെട്ട യേശുക്രിസ്തുവും പ്രജാപതിയും ഒരേ ആളാണ് എന്ന് വ്യക്തമാക്കുന്ന 11 അടയാളങ്ങളാണ്.